മാളികപ്പുറം ഇറങ്ങിയപ്പോഴും അഭിലാഷിന് ഒരു ടാർഗറ്റ്, എനിക്ക് ആനന്ദ് ശ്രീ പറഞ്ഞു അഭിലാഷിലേക്ക് തന്നെ ഒരു ടാർഗറ്റ് കാണും. ഇന്നും ഞാൻ കുറേ കമന്റുകൾ വായിക്കും. ഇപ്പൊ ഞാൻ ചെയ്ത വീഡിയോയിലാണെങ്കിലും എനിക്ക് പടം ഇഷ്ടപ്പെട്ടാണ് ഞാൻ പറയുന്നത്. എന്റെ ഇഷ്ടമാണ് എന്റെ പടം. എനിക്ക് ഇഷ്ടപ്പെട്ട പടം മോശമാണെന്ന് പറയാം. പക്ഷെ അഭിലാഷിന്റെ പേര് പറഞ്ഞ എന്റെ കമന്റുകൾ വരുന്നത്. അങ്ങനെ ഒരു ടാർഗറ്റ് എന്താണ് അഭിലാഷ് ചേട്ടാ? എനിക്ക് അറിയില്ല സത്യത്തിൽ എന്താന്നുള്ളത്. എനിക്കും എന്നെ ഒന്ന് അയച്ചു തന്നിരുന്നു. എനിക്ക് തോന്നുന്നത് മാളികപ്പുറത്തിന് മുന്നേ എനിക്ക് അങ്ങനെ ഒരു അറ്റാക്ക് എൻ്റെ നേരെ അതിന് വരുന്ന സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ മാളികപ്പുറത്തിന് ശേഷം ഞാൻ കണ്ടിട്ടുണ്ട്. അത് സിനിമയായിട്ട് ബന്ധപ്പെട്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ പോലെ എൻ്റെ താഴെ വന്നിട്ട്. പക്ഷേ ഇതൊന്നും മുഖമില്ലാത്ത ആളുകൾ കേട്ടോ. അങ്ങനെ ഇതിന് കൃത്യമായ ഒരു ജെനുവിൻ അക്കൗണ്ടിൽ നിന്ന് ഞാൻ ഇന്ന് അങ്ങനെ ഉണ്ടല്ലോ. അപ്പം തീർച്ചയായിട്ടും നല്ലത് എത്ര ആളുകൾ മോശമെന്ന് പറഞ്ഞാലും നല്ലതിനെ സ്വീകരിക്കുന്ന ഒരു ജനതയാണ് കേരളത്തിലുള്ളത്. എനിക്ക് പേഴ്സണലി എൻ്റെ സിനിമ നന്നാവുന്നുള്ളതാണ്. അപ്പം എന്നെ ആരും മോശം പറഞ്ഞാൽ എന്നെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഞാൻ എന്താണെന്ന് എനിക്കും അറിയാം, എൻ്റെ ചുറ്റും നിൽക്കുന്നവർക്കും അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും പുറത്തു നിന്നൊരാളുടെ ഒരു സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് എനിക്ക് എൻ്റെ ചുറ്റും നിൽക്കുന്നവർ എന്നെ മോശം പറയുകയാണെങ്കിൽ ഞാനത് സമയം ഉറപ്പായിട്ട് എനിക്ക് അങ്ങനെ ഒരു മോശം കാര്യം പറയിപ്പിക്കാനുള്ളൊരു സിറ്റുവേഷൻ ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ എടുത്തിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അറ്റാക്കിനെ ഞാൻ ഈ സിനിമയിൽ ഞാൻ കണ്ടു. ഇതിനു മുന്നേ ഇതിൻ്റെ സോങ്സ് ഇറങ്ങുമ്പോഴും ട്രെയിലർ ഇറങ്ങുമ്പോഴും അത് എന്നെന്ന് മാത്രമല്ല മാളികപ്പുറം ടീമിനെ പേരെടുത്ത് പറഞ്ഞ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും വിഷ്ണുവും രഞ്ജനൊക്കെ ഞങ്ങൾ എത്ര തവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടി ഞങ്ങൾ എന്താണ് അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തത്? ഒരു സിനിമ ചെയ്തത്, അതൊരു ഭക്തി ലേഖയുള്ള ഒരു സിനിമ ചെയ്തതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? എനിക്ക് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ആഫ്റ്റർ മാളികപ്പുറം തന്നെയാണ് എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് തുടങ്ങിയത്. പക്ഷേ ഇന്ന് ഞാൻ പറയുന്നു ഇതൊന്നും വലിയ വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം എൻ്റെ സിനിമകൾ ഞാൻ വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്നതാണ്. ഞാൻ പറയുന്ന കഥ ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകനും അത് ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ള ആർട്ടിസ്റ്റുകൾ വരുന്നതും ഇത്രയും പൈസ മുടക്കാൻ പ്രൊഡ്യൂസേഴ്സ് വരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിത് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ പറയുന്ന ഒരു വിഭാഗം, അതായത് 100-ൽ 3% കാണും. അതുവരെ മാറ്റിയെടുത്തിയാൽ 97% വരുന്ന കേരളത്തിലെ ഫാമിലി ഓഡിയൻസും ഞങ്ങളൊപ്പം നിൽക്കും. എനിക്ക് ഉറപ്പുണ്ട് സുമതിയോളം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ മാളികപ്പുറം കണ്ട് ഇഷ്ടപ്പെട്ട ഫാമിലി ഓഡിയൻസിന് വേണ്ടി തന്നെ ചെയ്ത സിനിമയാണ്. അതുകൊണ്ട് അത് കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കുന്നത്. ഹൈദർക്കയുടെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഒരുപാട് നന്ദിയുണ്ട്. കാരണം സിനിമ കണ്ട് എനിക്ക് ഒന്ന് 2 മണിക്കൂറിൽ ഹൈദർക്ക ഒരു വീഡിയോ റിവ്യൂ ഇട്ടു. ഒരുപാട് സന്തോഷമാണ് അതിൻ്റെ വീഡിയോ ഇട്ടതിൽ. ഞാൻ ജെനുവിനായിട്ട് സംസാരിച്ചോളൂ. ടാർഗറ്റ് ചെയ്ത് ഒരു സിനിമയെ അങ്ങനെ മോശമാക്കാനുള്ളത് ആരും ഇടില്ല എന്നൊരു വിശ്വാസം. അങ്ങനെ ഇട്ടാലും അത് കേരളത്തിലെ ജനങ്ങൾ റിജക്റ്റ് ചെയ്യത്തുള്ളതെന്നാണ് എൻ്റെ തോന്നൽ. ഈ ഒരു കഥയുടെ പശ്ചാത്തലം മാളികപ്പുറമായിട്ട് ഒത്തിരി വ്യത്യാസങ്ങളാണ്. അഭിലാഷ് പറയുന്നത് മാളികപ്പുറത്തിന്റെ ഓഡിയൻസ്, ആ കുടുംബമാണ് മാളികപ്പുറം കുടുംബമാണ് ഈ സിനിമ ഏറ്റെടുക്കുന്നതെന്ന് പറയുമ്പോൾ ആ മാളികപ്പുറത്തിൽ തന്നെയാണ് അഭിലാഷ് നിൽക്കുന്നതെന്ന് എനിക്ക് സ്വയം തോന്നുന്നു. ചില മാളികപ്പുറം ഏറ്റെടുത്തതെന്ന് വെച്ചാൽ മാളികപ്പുറത്തിന്റെ ഒരു ഓഡിയൻസ് നല്ലത് ഫാമിലി ഓഡിയൻസിനാണ് പറഞ്ഞത്. അതായത് ഫാമിലി ഓഡിയൻസ് വന്ന് കണ്ടുകൊണ്ടാണ് ആ പടം വിജയിച്ചത്. ആ പടം മാത്രമല്ല, ഇപ്പം ഹിറ്റാവുന്ന കുടുംബ ചിത്രങ്ങളെല്ലാം എപ്പോഴും അറിയില്ല. അത് ആദ്യത്തെ ഒരു 3 ദിവസം യങ്സ്റ്റേഴ്സിൻ്റെ ഒരു തിരക്ക് കഴിഞ്ഞാൽ തിങ്കളാഴ്ച മുതൽ ഫാമിലി തിയേറ്ററിൽ വന്നാൽ മാത്രമാണ് ആ സിനിമ വിജയിക്കുന്നത്. അപ്പം ഞാൻ ആ പറഞ്ഞ ഓഡിയൻസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ആ സിനിമ വിജയിക്കാനും കാരണക്കാരായ കേരളത്തിലെ കുടുംബം, ആ കുടുംബങ്ങൾ വരുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇപ്പം എൻ്റെ എല്ലാ സിനിമകളും ഞാൻ കുടുംബ പ്രേക്ഷകരെ ഹൈലൈറ്റ് ചെയ്താണ്, അവരെ ഫോക്കസ് ചെയ്താണ് എഴുതാറുള്ളത്. അപ്പം ആ പ്രേക്ഷകരെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഈ സിനിമ ഇന്നിപ്പം വൈകുന്നേരത്തെ ഒട്ടുമിക്ക സെൻറ്ററുകളും ഹൗസ്ഫുൾ ഷോ ആണ്. എനിക്ക് 100% ഉറപ്പാണ് വൈകുന്നേരത്തെ ഷോസ് വരുന്നത് ഫാമിലി ആയിരിക്കും. കാരണം വെള്ളിയാഴ്ചയാണ്, നാളെ അവധിയാണ്. തീർച്ചയായിട്ടും അവരിനിയും വന്ന് പടം കണ്ട് അവർ പറയുന്ന പബ്ലിസിറ്റി അല്ലെങ്കിൽ മൗത്ത് പബ്ലിസിറ്റിയിലാണ് ഇനി ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. 100% പറയുന്നു, ഞങ്ങളെടുത്തൊരു എഫേർട്ടിൻ്റെ റിസൾട്ട് കേരളത്തിലെ ജനങ്ങൾ തരും എന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. കാരണം മോശമാണെങ്കിൽ മോശമാണെന്ന് ധൈര്യമായി പറഞ്ഞോളാം ഞങ്ങൾ പറഞ്ഞത്. കാരണം ഇന്ന് രാവിലെ മുതൽ കിട്ടുന്ന ഫീഡ്ബാക്സിലെ ജെനുവിൻ പബ്ലിക് റിവ്യൂസ് വളരെ നല്ല റിവ്യൂസാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ മുഖമില്ലാത്ത കുറേ ആളുകൾ, അതാരാണെന്നറിയില്ല, എവിടെ നിന്നാണെന്നറിയില്ല, അവരാണിത് ഈ പറയുന്ന പോലത്തെ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നതും ഡീഗ്രേഡിങ് വീഡിയോസ് ഇടുന്നതും. അത് ഈ സിനിമയ്ക്കെന്നല്ല, ഇപ്പം മലയാള സിനിമയിലെ ഒട്ടുമിക്ക സിനിമകളും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ്. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഈ പടം പടത്തിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്.
ത്രൂ ഔട്ട് ക്യാരക്ടറാണ്, മോശമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ ഈ ക്യാരക്ടർ എനിക്ക് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആരാണ് ആ ഒരു ഡിസിഷൻ അഭിനയിപ്പിക്കുക എന്നുള്ളൊരു പരിപാടി ചെയ്യുന്നത്? ഇല്ല, സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചത്. പിന്നെ വിഷ്ണു ഞാനും ഞങ്ങളൊരു സ്വാതന്ത്ര്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ളത്. ഞങ്ങളൊരു സിനിമ എഴുതുമ്പം ഇപ്പം ഓരോ കഥാപാത്രം ഡിസ്കസ് ചെയ്യുമ്പോഴേ ഞങ്ങൾ പറയും ഇന്ന ആൾ ചെയ്ത് നന്നായിരിക്കും. അപ്പം അതിൽ ഞാൻ ചെയ്ത ഗിരി എന്ന് പറഞ്ഞ കഥാപാത്രം വളരെ ചെറിയൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ വിഷ്ണുവായിട്ട് ഞാൻ ഡിസ്കസ് പെടാത്ത കാര്യം ചെയ്തത് ഞാൻ ചെയ്യാം എന്ന് പറയുമ്പോൾ അവൻ ചേട്ടൻ ചെയ്യണം, അത് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വീണ്ടും സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തപ്പോഴാണ് അതിനെ ഒന്നും കൂടി ഒന്ന് മുന്നോട്ട് കുറച്ചുകൂടെ വർക്ക് ചെയ്യാമെന്ന് കരുതിയത്. അപ്പം അങ്ങനെ വർക്ക് ചെയ്തപ്പോൾ കുറച്ചും കൂടെ ഒരു ലെങ്തി ക്യാരക്ടറായി മാറി. പിന്നെ ഇവരുടെ ഒപ്പം ചെയ്ത് തുടങ്ങിയപ്പം പല സീക്വൻസിലേക്കും ഞങ്ങൾ റീവർക്ക് ചെയ്ത് അങ്ങനെ പോയതാണ്. അപ്പോൾ അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞ സന്തോഷമുണ്ട് കേട്ടോ. അത് അങ്ങനെ അഭിനയിക്കാൻ അറിയാം എന്നുള്ള ഓവർ കോൺഫിഡൻസ് ഇപ്പോൾ ചെയ്തതൊന്നുമല്ല, കൂട്ടുകെട്ടില്ല, ഒരു സൗഹൃദത്തിനിടയിൽ നിന്നുകൊണ്ട് മാത്രമാണ് അത് ചെയ്യാൻ പറ്റിയത്. സിനിമ കണ്ടായിരുന്നോ? ആളുടെ അഭിനയം കണ്ട് മോശമില്ലാത്ത രീതി. ഓക്കെ, അതെ. പക്ഷെ ആ ഒരു ക്യാരക്ടറിന് ഇദ്ദേഹം ഓക്കെ ആയിരുന്നില്ലേ? താങ്ക് യു. നീ എന്താ ഉദ്ദേശിച്ചത്? ഇല്ല, വേണ്ട, വിട്ട് അടുത്ത നിർത്തി. ഈ കാലഘട്ടം നമുക്ക് ഈ പടം നമ്മൾ ഈ സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ നമുക്കൊരു റീവർക്കിൽ മെയിനായിട്ട് വന്നൊരു ഏരിയ ഈ കാലഘട്ടം ഒന്ന് റീക്രിയേറ്റ് ചെയ്യാം. നമുക്ക് പ്രസൻസ് ഇത് പോവാതെ കുറച്ചുകൂടി നമുക്ക് ആ ഒരു നൊസ്റ്റാൾജിക് ഫീലും നമ്മൾ മലയാള സിനിമയുടെ ഒരു ഗോൾഡൻ ഇയർ ഇതിലേക്കൊന്ന് റിമൈൻഡ് ചെയ്യിക്കാനും കൂടി ഫോഴ്സ്ഫുള്ളി ഈ സ്ക്രിപ്റ്റിൽ നമുക്ക് ഇരിക്കാമെന്ന് അഭിലാഷേട്ടനാണ് പറഞ്ഞത്. അപ്പോൾ തുടരെ ഉണ്ടായിരുന്ന നമ്മുടെ ആക്ടേഴ്സും എൻ്റെ ടീമും എല്ലാവരും ഇരുന്ന് സംസാരിക്കുമ്പോൾ അത് കുറച്ചുകൂടിയും ഒരു മനോഹരം തോന്നി. ഏറ്റവും വലിയ ചലഞ്ച് നമുക്ക് ആ ഡിപ്പാർട്ട്മെന്റിൽ ഇതായിരുന്നു. കാരണം പല സാധനങ്ങളും കാര്യങ്ങളും അന്നത്തെ കാര്യങ്ങൾ ഇപ്പോൾ അത്രയും അവൈലബിൾ അല്ല. ഇപ്പോൾ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ തന്നെ അറിയാം, പഴയ തിയേറ്റർ, പഴയ വണ്ടികൾ, പിന്നെ അവർ ഉപയോഗിച്ച ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പല വസ്തുക്കളും നമുക്കത് കളക്ട് ചെയ്യുക, അതിനെ ആ സമയത്തുള്ള ഏറ്റവും പുതുമയിൽ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് തന്നെയായിരുന്നു. അജയ് മാന്നാട് നമ്മുടെ ആർട്ട് ഡയറക്ടറാണ് ഒരുപാട് എഫേർട്ട് എടുത്തു. മുരളിച്ചേട്ടൻ അതിന് നല്ലൊരു സപ്പോർട്ടും തന്നു. അതുകൊണ്ട് എന്താ പറയുക, ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ നല്ല രീതിയിൽ അത് വന്നു എന്ന് വിശ്വസിക്കുന്നു. അർജുനുള്ള കോംബോ അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളിപ്പം ഞങ്ങളുടെ ഈ സിനിമ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സൗഹൃദ കൂട്ടായ്മയിലുണ്ടായ സിനിമയാണ്. സിനിമ തുടങ്ങിയതിന് ശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ ഒരു കുടുംബം പോലെയാണ്. രാവിലെ ലൊക്കേഷനിലേക്ക് വരുന്നത് അങ്ങനെയാണ്. ലൊക്കേഷൻ ഞങ്ങൾ ഇപ്പോൾ ബാക്കിയുള്ളവരുടെ ഷൂട്ട് കഴിഞ്ഞാൽ പോലും അവർ തിരിച്ചു പോയില്ല, ലൊക്കേഷൻ തന്നെ കാണും. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണെന്നുള്ള തോന്നൽ പോലും ആർക്കും ഇല്ല. നമുക്ക് ഭയങ്കര കംഫർട്ടായിട്ട് നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റി. അത് എനിക്കെന്നല്ല, ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും. അർജുനെ സംബന്ധിച്ച് അവൻ ഒപ്പം നിൽക്കുന്ന എല്ലാവരെയും പെട്ടെന്ന് അങ്ങ് എന്താ പറയുക, അങ്ങ് ഒരു സേഫ് സോണിലേക്ക് എത്തിക്കുന്ന ഒരു ആക്ടറും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷൂട്ടിങ്ങിന് മുന്നേ, ഷൂട്ടിന് മുന്നേ ഉള്ള ഡിസ്കഷനിലും അല്ലെങ്കിൽ തമാശ കുറച്ചിലും ഒക്കെ കഴിഞ്ഞിട്ട് പോയി അഭിനയിക്കാൻ പോകുമ്പോൾ ഇത് പെട്ടെന്നൊരു പരിപാടി എല്ലാവർക്കും കൂടി ഒരുമിച്ചൊക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിലെ പല സീൻസും ഞങ്ങൾ ചിലപ്പം 2-3 ദിവസം എടുക്കുമെന്ന് കരുതുന്ന സീൻസൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും സൗഹൃദത്തിനുള്ളിൽ നിന്ന് ചെയ്തുകൊണ്ടാണ് സംഭവിച്ചിരുന്നത്. സിദ്ധാർത്ഥിന്റെ കഥാപാത്രങ്ങൾ, പല കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രയോഗത്തിനാണെങ്കിൽ മുതലുള്ള കോമ്പിനേഷൻ ഉണ്ട്. ഇതിൽ അതൊന്നും അല്ല, നമുക്ക് ഇത് വേറൊരു കഥാപാത്രത്തിന് മൂഡ് കിട്ടും. പല രീതിക്കുള്ള താങ്കളുടെ എക്സ്പ്രഷനിൽ തന്നെ പലതും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിക്കാണ്. ഒരു കഥാപാത്രത്തിന് ഒരു ചേഞ്ചിലേക്ക് വരുമ്പോൾ ഈ സുമതികളിലേക്ക് വന്ന് ഈ കഥ കേട്ടിയപ്പോൾ താങ്കൾക്കാണ് ഈ കഥാപാത്രം, വേറെ ആരെയും അതിനകത്ത് ഇവർക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാൻ പറ്റും. താങ്കൾ എത്രമാത്രം ഒരു സിറ്റുവേഷനിലേക്കായിരുന്നു ഈ കഥാപാത്രം ഉൾക്കൊണ്ടെടുത്തത്? ഞാൻ ചെയ്തതിൻ്റെ മിക്ക ക്രെഡിറ്റും വിഷ്ണുവിനും അഭിലാഷിനും എത്തി. അഭിലാഷ് എഴുതിയ ഡയലോഗുകളും എങ്ങനെ പറയേണ്ട രീതി എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതിൽ ഹ്യൂമർ വർക്കൗട്ട് ആവാൻ പറ്റി എന്നുള്ളതിൽ സന്തോഷം. ബിക്കോസ് ഇറ്റ് ഇസ് ക്രാഫ്റ്റഡ് ദാറ്റ് വേ ഓൾസോ. സോ അതിലൊരു ഫ്ലിപ്പുള്ള ക്യാരക്ടറാണ് ഫസ്റ്റ് ഹാഫിൽ കാണുന്നത്, അല്ല സെക്കൻഡ് ഹാഫിലുള്ള പുള്ളിയുടെ രീതി. അപ്പം അത് വിഷ്ണു ഭയങ്കര അഭിമാനത്തോടു കൂടിയിട്ടാണ് എടുത്തു. ചേട്ടൻ ഭയങ്കര പിടിക്കാൻ പറ്റും, ഭയങ്കര ഫ്ലിപ്പുള്ള ക്യാരക്ടർ. ഇതൊരു ക്യാരക്ടറായിട്ട് അത് ഫ്ലിപ്പ് ചെയ്യണ ഒരു ക്യാരക്ടറിൽ അമ്മയാണ്, അതിലാണ് അതിൻ്റെ
all credits to him. Of course, I could do it. So, thank you. അത് തന്നെ ഞാൻ ചോദിച്ച സെക്കൻഡ് ഹാഫ് ചേഞ്ച് വരുന്നുള്ളൂ. അത് വിഷ്ണു എന്ത് പറഞ്ഞാലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലായിരുന്നു. എങ്ങനെയാവുന്നുള്ളൊരു ഭയമുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ചെറിയ ഭയം ഉണ്ടായിരുന്നു, ബിക്കോസ് ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു ഏരിയയിലല്ലല്ലോ. അപ്പൊ എനിക്ക് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എനിക്ക് 100% ഡിസൈഡ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സോ അത് സന്തോഷമുണ്ടായി. എൻ്റെ ഇപ്പൊ നിങ്ങൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഐ എം റിയലി ഹാപ്പി. താങ്ക് യു വിഷ്ണു. മലയാളത്തിൽ ഇങ്ങനെ ഹൊറർ കോമഡി ചിത്രങ്ങൾ വളരെ കുറവാണ്. നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബോളിവുഡിലായിരിക്കും കൂടുതൽ ഭൂൽഭുലൈയ, ഭൂതനി അതേപോലത്തെ സിനിമകൾക്കും കൂടുതൽ ഹൊററും കോമഡിയും മിക്സ് ചെയ്തിട്ടുള്ള അവിടെ വർക്കൗട്ട് ആവുകയും ചെയ്യും. അപ്പം മലയാളത്തിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ പേടി ഉണ്ടായിരുന്നു. ഇതെങ്ങനെ ഓഡിയൻസിലേക്ക് എത്തുമോ അങ്ങനൊരു പേടിയുണ്ടാവും. പ്രത്യേകിച്ച് സുമതി വളം എന്നൊരു പേര് കേൾക്കുമ്പോൾ ഓൾറെഡി ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടല്ലോ. ഇല്ല, എല്ലാം ഒരു പരീക്ഷണമാണല്ലോ. നമ്മളിതൊക്കെ ചെയ്യുന്നത് സക്സസ് ആകും എന്നുള്ളൊരു വലിയ പ്രതീക്ഷയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ സുമതിയോളം ചെയ്യാൻ തീരുമാനിച്ചതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഒരുപാട് ഇപ്പം യക്ഷിക്കഥകൾ കേട്ട് വളർന്നൊരു ചെറുപ്പമാണ് ഞങ്ങളുടേത്. ഉറപ്പായിട്ടും നിങ്ങളൊക്കെ അങ്ങനെ തന്നെ ആയി. നമ്മൾ ഒരുപാട് യക്ഷിക്കഥകൾ കേട്ടുണ്ടായി. അപ്പോൾ അത് വിഷ്വലൈസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ ഹിന്ദിയിൽ ഇപ്പോൾ സ്ത്രീ പോലത്തെ സിനിമകൾ, അതൊരു വില്ലേജ് ഹൊറർ കോമഡി സിനിമയാണ്. അതൊരുപാട് ഹിറ്റായിരിക്കുന്ന സിനിമയാണ്. മലയാളത്തിൽ മുന്നേ അങ്ങനത്തെ സിനിമകൾ ഇവിടെ ഓടിയിട്ടുണ്ട്, ഈ ഹൊറർ കോമഡി സിനിമകൾ. അപ്പോൾ ഒരുപാട് നാളായി ഒരു നാടൻ യക്ഷിക്കഥ ചെയ്തിട്ട്. അപ്പോൾ അത് ഒരെണ്ണം ചെയ്താലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞങ്ങൾ സുമതികളിലേക്ക് എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു പരീക്ഷണമായിരുന്നു. പക്ഷെ അത് ഈ പറയുന്ന പോലെ ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈൻമെൻറ്റ് ആവണം, അല്ലെങ്കിൽ ഇത് ഒരു പക്ക പാക്കേജ് സിനിമയായിരിക്കണം. ഇതിൽ 4-5 പാട്ടുകൾ വേണം, 2 ഫൈറ്റ് വേണം, ഹ്യൂമർ വേണം, ഇമോഷൻ വേണം. അതുകൊണ്ട് ഇതിലെല്ലാം വേണമെന്ന് തീരുമാനിച്ച് തന്നെയാണ് എൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഈ പറയുന്ന പോലെ എല്ലാ സിനിമയും ഓരോ പരീക്ഷണമാണല്ലോ. ആ പുതിയൊരു ജോണർ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ചെയ്തത്. നോർമലി ഒരു ഹൊറർ ചിത്രങ്ങൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രഡിക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു തിയേറ്ററിൽ കാണുന്ന ഒരു ഓഡിയൻസ് ഉണ്ടാകുന്ന ഒരു പ്രഡിക്ഷൻ ഉണ്ട്. അടുത്ത സീനിൽ ഇങ്ങനെയായിരിക്കും, അടുത്ത ഷോട്ടിൽ ജംപ് ഷോട്ട് ആയിരിക്കും, ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. അത് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡയറക്ടറെ സംബന്ധിച്ച് ചെറിയൊരു കാര്യമല്ല. ഇതുവരെ കണ്ടിട്ടുള്ള ഹൊറർ ചിത്രങ്ങളെല്ലാം ബ്രേക്ക് ചെയ്യുന്ന ലെവലൊരു സാധനം ക്രിയേറ്റ് ചെയ്യുക. 1-2 പോയിന്റിൽ അത് ഫീൽ ചെയ്തായിരുന്നു. ശരിക്കും അത് റിസർച്ച് ചെയ്തായിരുന്നു. നമ്മൾ റിസർച്ചിനുപരി എൻ്റെ ഏറ്റവും വലിയ റിസർച്ച് പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഈ 90s സിനിമകൾ തന്നെയായിരുന്നു. ഞാനിപ്പോൾ കാസ്റ്റിനോട് എപ്പോഴും പറയും, ഇവർക്ക് എപ്പോഴും ഇതെന്താ ചേട്ടാ ഇങ്ങനെ ഒരു പാറ്റേൺ പിടിക്കുന്നത് ചോദിക്കുമ്പോൾ ഞാൻ പറയും, നമ്മൾ ഈ സിനിമകൾ കിട്ടുമ്പോൾ നമുക്ക് കിട്ടിയൊരു ഡ്രൈവ്. അപ്പോൾ ഈ 90s ലേറ്റ് 80s ഉണ്ടായിരുന്ന സിനിമകൾ, അതിനെ നമുക്കൊന്ന് ആ സമയത്തുണ്ടായിരുന്ന പെർഫോമൻസ് അല്ലെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന സിനിമയുടെ ഒരു എസ്തെറ്റിക്സിനെ ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് ശ്രമിച്ചു നോക്കാം. നമുക്ക് 1-2 സീൻസ് വേണ്ടി വന്നു എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അതൊന്ന് കൺവിൻസ് ആവാനായിട്ട്. അതായത് ശരിയാണ്, ഇതിനൊരു പ്രത്യേക കിക്കുണ്ട്. എല്ലാ തവണയും നമ്മൾ ഈ എന്താ പറയുക ഇന്റർനാഷണൽ ക്വാളിറ്റിക്ക് നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ നാടൻ പരിപാടികളുണ്ടല്ലോ. അപ്പോൾ അതാണ് ഞാൻ മെയിൻലി ഈ സിനിമയിലൂടെ ഫോക്കസ് ചെയ്തത്. അത് തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ റിസർച്ച്. ആ ഒരു നാടൻ ചേരുവകൾ വെച്ചിട്ട് ഒരു നാടൻ പരിപാടി. That's all about this film. പിന്നെ സുമതി വളവിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു നിമിഷം അതൊന്ന് റിമൈൻഡ് ചെയ്യാനായിട്ട് ഉണ്ട്. അഭിലാഷ, നമ്മുടെ സിനിമ ഇപ്പോൾ കേരള ജനതയിൽ മൊത്തം നമ്മുടെ പ്രീവിയസ് ഇൻ്റർവ്യൂസിൽ നമ്മൾ സോളിഡായിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു, ഇത് ബേസ്ഡ് ഓൺ നോട്ട് എ ട്രൂ ഇവൻറ്റ്സ്, ഇറ്റ്സ് ഇൻസ്പയർഡ് ഫ്രം ദ ട്രൂ ഇവൻറ്റ്സ്. സുമതി വളവിൽ ഉണ്ടായ ഇൻസിഡൻസിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ നമ്മൾ ടോട്ടലി ഡിസൈൻ ചെയ്തേക്കുന്നത്. ഒരിക്കലും സുമതി വളവ് എന്നുള്ള ഒറിജിനൽ സ്റ്റോറി അല്ല. അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള സുമതിനെ ഞാനും വിഷ്ണുവും ചേർന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുവന്നു. അത് എന്തുകൊണ്ടാണ് പറഞ്ഞതാണ്, ശരിക്കും സുമതി വളവ് എന്ന് കേൾക്കുമ്പോൾ തിരുവനന്തപുരത്തുള്ള പാലോട് സുമതി വളവിൻ്റെ കഥയാന്ന് കരുതിയിട്ടായിരിക്കും അത് പറയുന്നത്. ഞങ്ങളുടെ എല്ലാ ഇൻ്റർവ്യൂകളിലും ഞങ്ങളുടെ എല്ലാ പോസ്റ്റുകളും ഞങ്ങൾ പറയാറുണ്ട്, ഞങ്ങൾ ആ വളവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആ പേര് കേൾക്കാൻ നല്ല രസമല്ലേ, സുമതി വളവ്, അതുകൊണ്ടാണ് ആ പേരെടുത്തത്. ഒരിക്കലും ഇത് തിരുവനന്തപുരം മയിലുമൂടുള്ള അല്ലെങ്കിൽ പാലോടുള്ള സുമതി വളവുമായിട്ട് കുല ബന്ധം പോലും ഇല്ല കേട്ടോ. ആ വളവിന് ആ പേരും അവിടെ നമുക്ക് ഇപ്പം പല സ്ഥലങ്ങളും നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. അത് ഈ സുമതി വളവ് കേട്ടതുകൊണ്ട്, ഈ പറയുന്ന പൂജാരി വളവിൽ കേട്ടതുകൊണ്ട്, അല്ലെങ്കിൽ വയനാട് ചുരത്തിൽ കേട്ടതുണ്ട്. അപ്പോൾ ഇതിന്നൊക്കെ പലതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തെടുത്തേക്കുന്ന ഇവൻറ്റ്സ് ആണ് നിങ്ങൾ ഇന്ന് തിയേറ്ററിൽ കണ്ട
പല സംഭവങ്ങളും. അപ്പോൾ അതുകൊണ്ട് ആ കമന്റ് ഇട്ട ആളുടെ അവരെ കുറ്റം പറഞ്ഞതല്ല, പുള്ളിയുടെ ചിന്തകൾ ശരിയായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോഴും ഞങ്ങൾ ഒന്നും കൂടെ ഞങ്ങൾ മീഡിയ സുഹൃത്തുക്കൾ വഴി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഈ സിനിമ ഒരിക്കലും തിരുവനന്തപുരത്തുള്ള സുമതി വളവിൻ്റെ കഥയല്ല. ഇത് ഞങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത ഞങ്ങളുടെ ഓൺ സ്റ്റോറി, ആ സുമതി വളവ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ എഴുതുമ്പോൾ എന്ത് വളം, അങ്ങനെയല്ല. എൻ്റെ അടുത്ത് ആരൊക്കെ ചോദിച്ചു 10ാം വളവിൻ്റെ സെക്കൻഡ് പാർട്ടാണോ സുമതി വളം എന്നൊക്കെ. അങ്ങനെയല്ല, ആ പേര് ക്യാച്ച് ചെയ്യായിരുന്നു. ഞങ്ങൾ 2019 അർജുനോട് കഥ പറയുമ്പോൾ ഇതേ പേര് തന്നെയാണ്. അപ്പം ചില പേരുകൾ അങ്ങനെയാണ്. ഇപ്പം മാളികപ്പുറം എന്നുള്ളൊരു പേര് ഞങ്ങളുടെ പലരും ആ പേര് മാറ്റണമെന്ന് പറഞ്ഞാണ്. സിനിമ റിലീസിന് അനൗൺസ് ചെയ്തതിനു ശേഷം പല ആളുകളും വിളിച്ചിട്ട് ആ പേരിടരുത്, ആ പേര് വലിയ പ്രശ്നമാണ്, മാറ്റണമെന്ന് പറയുമ്പോൾ ഞാനും വിഷ്ണുവും ഞങ്ങളുടെ സ്ട്രോങ് ഡിസിഷൻ എന്ന് വെച്ചാൽ ആ കഥയ്ക്ക് ആ പേരില്ലാതെ മറ്റൊരു പേര് ചേരില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ പേര് ഞങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്തത്. അപ്പം ഈ കഥയ്ക്ക് അതുപോലെ തന്നെയാണ്. സുമതിയോളം എന്നുള്ള പേരില്ലാതെ മറ്റൊരു പേര് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചത്. ഇഷ്ടംപോലെ ആളുകളുണ്ട്. എന്തിനാ എന്നെ തന്നെ ഈ ടാർഗറ്റ് ചെയ്ത് ചോദിക്കുന്നത്? എന്നിട്ട് പറയും എൻ്റെ അടുത്ത് എൻ്റെ പേര് വരുന്നത്. കുഴപ്പമില്ല, പറ, ചോദിക്കും. ഒരു പേര് ബ്രാൻഡ് ആവുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമില്ല. അഭിലാഷ് എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ഒരു ഫൈൻ റൈറ്റേഴ്സിൽ ഒരാളാണ്. അപ്പം ആ ഒരു അതൊരു ബ്രാൻഡാണ്. അത് എന്താ പറയുക, 150 രൂപ ടിക്കറ്റ് എടുത്താൽ വർത്താണ് ഒരു ഇതുണ്ട്. കൊല്ലം കൊണ്ടുപോകുന്ന അല്ല, ഞാൻ പറഞ്ഞല്ല, ഞാൻ എന്നെ സംബന്ധിച്ച് സിനിമ എന്ന് പറയുന്നത് ഒരു ചെറുപ്പം മുതൽ സ്വപ്നം കണ്ട് പിന്നീട് ഒരു പ്രായം കഴിഞ്ഞപ്പോൾ പഠിത്തത്തിലേക്ക് മീൻസ് മറ്റൊരു മേഖലയിലേക്ക് ജോലിയിലേക്ക് പോകുമ്പോഴും ഉള്ളിൽ കൊണ്ടുനടന്ന വലിയൊരു പാഷനായിരുന്നു സിനിമ. ഞാൻ 2013 സിനിമയ്ക്ക് വേണ്ടി എൻ്റെ ജോലി വിടുമ്പോഴും എൻ്റെ മുന്നിൽ ബ്ലാങ്ക് ആണ്. പക്ഷെ ഒരേ ഒരു ലക്ഷ്യം, ഒരു ദിവസം ഞാൻ ഈ സിനിമയിൽ എത്തുമെന്നുള്ള അതേ ഒരു പാഷൻ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് 2013 തുടങ്ങിയ എൻ്റെ യാത്ര 2022 എൻ്റെ ആദ്യ സിനിമയായി ഇറങ്ങുന്നത്. അപ്പോൾ ആ 10 വർഷം ഞാൻ കണ്ട സ്വപ്നം അല്ലെങ്കിൽ ഞാൻ എടുത്ത എഫേർട്ട് തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ബ്രാൻഡിങ് എനിക്ക് ഉണ്ടാക്കണമെന്ന് കരുതി തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഈ പലപ്പോഴും വിമർശനങ്ങൾ കേൾക്കുമ്പം പറയാറുണ്ട്, ഇയാൾ ഭയങ്കര ഷോ ആണല്ലോ, അവിടെ ചെന്ന് ഇയാളുടെ PR ആണോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ നാളെ ഒരു സമയത്ത് ഇല്ലാതായി കഴിയുമ്പം ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇവിടെ ബാക്കി വെച്ചിട്ട് പോകണം. അതിനുവേണ്ടി എല്ലാവരും ജീവിക്കുന്നത്. ഞാൻ എൻ്റെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ വിമർശിച്ചോട്ടെ. ഈ പറയുന്ന എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു വിഭാഗം സിനിമാക്കാർ, അല്ലെങ്കിൽ എനിക്ക് ഡേറ്റ് തരുന്ന ആർട്ടിസ്റ്റുകൾ, അല്ലെങ്കിൽ എനിക്ക് ഡേറ്റ് തരുന്ന എൻ്റെ കഥ എടുക്കാൻ തയ്യാറായിരിക്കുന്ന ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, ഇത് കാണാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾ, ഇത്രയും പേരോട് ഉള്ളപ്പം തീർച്ചയായിട്ടും ആ ബ്രാൻഡ് എനിക്കൊരു വലിയ ഒരു എന്താ പറയുക, അതിൻ്റെ ബലം തന്നെയാണ്. തീർച്ചയായിട്ടും അത് കാണാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് സിനിമകൾ ഞാൻ ചെയ്യും.